മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ആരംഭിക്കുന്നു. തത്സമയം 193 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 167 പേർ രോഗമുക്തി നേടി. രോഗം ബാധിച്ചവരിൽ 92 പേര് വിദേശത്തു നിന്നും വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 65 പേർ. സമ്പർക്കം വഴി 35 പേരുണ്ട്. 2 മരണവും സംഭവിച്ചിട്ടുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 82 വയസ്സുള്ള മുഹമ്മദ്, എറണാകുളം മെഡിക്കൽ കോളേജിൽ 66 വയസ്സുള്ള യൂസഫ് സെയ്ഫുദ്ദീൻ എന്നിവരാണ് മരണമടഞ്ഞത്. മുഹമ്മദ് സൗദി സന്ദർശനം കഴിഞ്ഞ് വന്നതാണ്. അർബുദ രോഗത്തിന് ചികിത്സയിലായിരുന്നു. യൂസഫ് വിവിധ രോഗങ്ങൾ നേരിടുന്നയാളാണ്. എറണാകുളം മാർക്കറ്റിൽ ഷോപ്പ് കീപ്പറായിരുന്നു. ഇരുവരുടെയും വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിച്ചവരുടെ എണ്ണത്തിലും വർധനയുണ്ടായിരിക്കുകയാണ്. ഫലം പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: മലപ്പുറം 35, കൊല്ലം 11, ആലപ്പുഴ 15, തൃശ്ശൂർ 14, കണ്ണൂർ 11, എറണാകുളം 25, തിരുവനന്തപുരം 7, പാലക്കാട് 8, കോട്ടയം 6, കോഴിക്കോട് 15, കാസർഗോഡ് 6, പത്തനംതിട്ട 26, ഇടുക്കി 6, വയനാട് 8. ഫലം നെഗറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 7, കൊല്ലം 10, പത്തനംതിട്ട 27, ആലപ്പുഴ 7, കോട്ടയം 11, എറണാകുളം 16, തൃശ്ശൂർ 16, പാലക്കാട് 33, മലപ്പുറം 13, കോഴിക്കോട് 5, കണ്ണൂർ 10, കാസർഗോഡ് 12. കഴിഞ്ഞ 24 മണിക്കൂറിനകം 9927 സാമ്പിളുകൾ പരിശോധിച്ചു. ഇതുവരെ 5622 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. ചികിത്സയിലുള്ളത് 2252 പേരാണ്. 1,83,291 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 2075 പേർ ആശുപത്രികളിലാണ്. ഇന്ന് 384 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 2,04,452 സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. 4,179 സാമ്പിളുകളുടെ റിസൾട്ട് വരാനുണ്ട്. ഇതുവരെ സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 60,006 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 57,804 നെഗറ്റീവായിട്ടുണ്ട്. ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ
2,75,823 പേർക്കാണ് റുട്ടീൻ, സെൻറ്റിനൽ, പൂൾഡ് സെൻറ്റിനൽ, സിബിനാറ്റ്, ട്രൂനാറ്റ് എന്നീ ടെസ്റ്റുകൾ നടത്തിയത്. സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 157. അതിർത്തി പ്രദേശങ്ങളിൽ പരിശോധന ശക്തിപ്പെടുത്തും. ദിവസം തോറുമുള്ള പോക്കുവരവ് അനുവദിക്കില്ല. പ്രത്യേകിച്ച് മഞ്ചേശ്വരം ഭാഗത്ത്. മഞ്ചേശ്വരത്ത് ധാരാളം പേർ ദിനംപ്രതി മംഗലാപുരത്ത് പോയി വരുന്നവരുണ്ട്. മംഗലാപുരത്ത് നിന്ന് മഞ്ചേശ്വരത്തും കാസർഗോഡുമായി വന്ന് തിരിച്ചു പോകുന്നവരുമുണ്ട്. ഇത് രോഗവ്യാപനത്തിനിടയാക്കുന്നുവെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ദിവസേനയുള്ള പോക്കുവരവ് അനുവദിക്കാനാവില്ല. ജോലിയുമായി ബന്ധപ്പെട്ട് പോകേണ്ടതാണെങ്കിൽ അവർ ദിവസേന എന്നത് അവസാനിപ്പിച്ച് മാസത്തിൽ ഒരു തവണ വരുന്ന രീതിയിൽ ക്രമീകരിക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ IT മേഖലയിൽ മിനിമം പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നതിന് സാഹചര്യമുണ്ടാക്കും. ഇപ്പോൾ ടെക്നോ പാർക്കിലെ സ്ഥാപനങ്ങൾ ട്രിപ്പിൾ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായി അനുഭവിക്കുന്ന പ്രയാസമുണ്ട്. അവിടെ മിനിമം പ്രവർത്തന സൗകര്യം അനുവദിക്കും. ബാക്കിയുള്ളവർ വർക്ക് ഫ്രം ഹോം എന്ന നിലയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു പോകുന്നത്. അതേപോലെ തന്നെ മന്ത്രിമാരുടെ ഓഫീസുകൾ മിനിമം സ്റ്റാഫിനെ നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന നില സ്വീകരിക്കും. നമ്മുടെ സംസ്ഥാനത്ത് പാരാമിലിറ്ററി വിഭാഗത്തിൽപ്പെട്ട 104 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവരുടെ താമസത്തിനിടെ രോഗം പകരാതിരിക്കാൻ ക്രമീകരണമുണ്ടാക്കാൻ ജില്ലാ ഭരണ സംവിധാനത്തിന് നിർദ്ദേശം നൽകി. ക്യാമ്പിൽ നിന്ന് രോഗമില്ലാത്തവർ പുറത്തു പോകുമ്പോൾ അവർ മാർക്കറ്റുകളിലും മറ്റും പോയാൽ അത് രോഗവ്യാപനത്തിന് വഴിവെക്കും. എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് ക്യാമ്പിൽ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം ഒരുക്കേണ്ടതായിട്ട് വരും. ആവശ്യമായ ക്രമീകരണങ്ങൾ ജില്ലാ ഭരണ സംവിധാനം ഉണ്ടാക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ രോഗിയായി ആശുപത്രിയിൽ കഴിഞ്ഞു ഡിസ്ചാർജ് ചെയ്ത് ഉടനെ തന്നെ സമൂഹത്തിൽ സ്വതന്ത്രമായി നീങ്ങാൻ പാടില്ല. അവർ കുറച്ച് ദിവസം വീട്ടിൽ തന്നെ കഴിയണം. അത് നിർബന്ധമാണ് എന്നത് രോഗികളായവരും വീട്ടുകാരും അതേപോലെ തന്നെ വാർഡ് തല സമിതിയുമെല്ലാം ഗൗരവമായി കണക്കാക്കേണ്ടതുണ്ട്. മരണമടഞ്ഞവരുടെ പരിശോധന പൂർത്തിയാക്കുന്നതിന് വരുന്ന കാലതാമസം ശ്രദ്ധയിൽപ്പെട്ടു. അത് വേഗം പൂർത്തിയാക്കി ഫലം പ്രസിദ്ധീകരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് COVID-19 പ്രതിരോധത്തിനായി ശക്തമായ പ്രവർത്തനങ്ങളാണ് ആദ്യം മുതലേ നടത്തി വന്നത്. തലസ്ഥാന നഗരിയായതിനാൽ
പല ജില്ലകളിലുമുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന നഗരം കൂടിയാണ് തിരുവനന്തപുരം. അതോടൊപ്പമുള്ള പ്രത്യേകത, തമിഴ്നാടിനോട് ചേർന്നാണ് തിരുവനന്തപുരം കിടക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും കച്ചവടത്തിനായും ചികിത്സക്കായും മറ്റും നിരവധി ആളുകളാണ് തിരുവനന്തപുരത്ത് വരുന്നത്. ആദ്യ 2 ഘട്ടങ്ങളിലും കുറച്ച് രോഗികളാണ് തിരുവനന്തപുരത്തുണ്ടായിരുന്നത്. മെയ് 3 വരെ 17 പേർക്കായിരുന്നു ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 12 പേർ കേരളത്തിന് പുറത്തു നിന്ന് വന്നതും 5 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചതുമായിരുന്നു. എന്നാൽ മെയ് 4 മുതൽ ഇതുവരെ 277 പേർക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ രോഗം ബാധിച്ചത്. അതിൽ 216 പേർ കേരളത്തിന് പുറത്തു നിന്ന് വന്നവരാണ്. 61 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അടുത്തിടെ മണക്കാട്, പൂന്തുറ ഭാഗങ്ങളിൽ നിരവധി പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. ഇതിനിടെ പാളയം സാഫല്യം കോംപ്ലക്സിലെ ജീവനക്കാരനും ഭക്ഷ്യവിതരണക്കാരനും സെക്രട്ടേറിയറ്റ് ഗേറ്റിൽ ജോലി ചെയ്ത പോലീസുകാരനും സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുന്ന ഒന്നായിരുന്നു നിരന്തരം സമ്പർക്കത്തിലൂടെ രോഗബാധ എന്ന് നാം കാണണം. ഇവിടെ അവരുടെ എണ്ണം കൂടുകയാണ്. അത് ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് എന്ന് കാണേണ്ടതായിട്ടുണ്ട്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 27 പേരിൽ 22 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചതായാണ് കണ്ടെത്തിയത്. അതിലാണെങ്കിൽ പലതിൻ്റെയും ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വളരെയേറെ ഓഫീസുകളും സെക്രട്ടേറിയറ്റും ഉള്ള ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്നുമാണ് ആളുകൾ എത്തുന്നത്. അതിനാൽ തന്നെ അവർക്ക് രോഗം വന്നാൽ വളരെ പെട്ടെന്ന് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കും. ഇപ്പോൾ തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കൈവിട്ടെന്ന് വരും. അതിനാലാണ് സമൂഹവ്യാപനം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെയും പോലീസിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ നടപ്പിലാക്കിയത്. പൂന്തുറയിലെ മത്സ്യക്കച്ചവടക്കാരിൽ നിന്നും 9 പേർക്കാണ് രോഗം ബാധിച്ചത്. അവരിൽ നിന്നും മറ്റു പലർക്കും രോഗം പകർന്നു. തുടർച്ചയായി മത്സ്യം വാങ്ങിക്കൊണ്ട് പല സ്ഥലത്തേക്ക് പോയ വ്യക്തി പലരുമായി ബന്ധപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ രോഗം ബാധിച്ചവരെ കണ്ടുപിടിക്കാനായി ആൻറ്റിജൻ ടെസ്റ്റ് നടത്തി വരുന്നു. പൂന്തുറ, വലിയതുറ, ഫോർട്ട്, ആറ്റുകാൽ, മണക്കാട് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത്. ഇതിൽ കുറച്ചു പേർക്ക്
പോസിറ്റീവ് കണ്ടതിനാൽ അവരെ കോവിഡ് കെയർ സെൻ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്ലാത്തവരെ ക്വാറൻറ്റൈനിലും ആക്കിയിട്ടുണ്ട്. ഈ മേഖലയിൽ രോഗലക്ഷണങ്ങൾ കാണുന്ന എല്ലാവരെയും പരിശോധിക്കാൻ തീരുമാനിച്ചു. മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്, മത്സ്യക്കച്ചവടക്കാർ, ഭക്ഷ്യവിതരണക്കാർ തുടങ്ങിയവരെ പരിശോധിക്കുന്നതാണ്. കോവിഡ്-19 എന്ന മഹാമാരി ഉയർത്തുന്ന ഭീഷണിക്കെതിരെ ബഹുമുഖമായ പ്രതിരോധ പദ്ധതിയാണ് നമ്മൾ നടപ്പാക്കിയത്. ശക്തമായ സാമൂഹ്യ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനായി ക്വാറൻറ്റൈൻ ഫലപ്രദമായി നടപ്പാക്കി. ജനപങ്കാളിത്തത്തോടെ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ തുടരാൻ കഴിഞ്ഞു. ഇതെല്ലാം രോഗം പടരാനുള്ള സാധ്യതയെ പിടിച്ചു നിർത്താൻ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട്. അവയിൽ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് രോഗത്തിൻ്റെ ഉറവിടം കണ്ടെത്താനുള്ള കോൺടാക്റ്റ് ട്രേസിംഗ്. എവിടെ നിന്നാണ് രോഗിക്ക് രോഗം ബാധിച്ചത് എന്ന് കണ്ടെത്തേണ്ടത് രോഗവ്യാപനം തടയുന്നതിൽ പ്രധാനമാണ്. നിലവിൽ 2% താഴെ കേസുകളിൽ മാത്രമാണ് നമുക്ക് രോഗത്തിൻ്റെ ഉറവിടം തുടക്കത്തിൽ കണ്ടെത്താൻ സാധിക്കാതെ പോയിട്ടുള്ളത്. ഇന്ത്യയിൽ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്ത കേസുകൾ 40% ഓർക്കണം. കേരളത്തിൽ ജൂൺ 30 വരെ ഉണ്ടായ 4442 കേസുകളിൽ 166 കേസുകളുടെ ഉറവിടമാണ് ആരംഭത്തിൽ അറിയാൻ സാധിക്കാതെ പോയത്. എന്നാൽ അവയിൽ 125 കേസുകളുടെയും ഉറവിടം പിന്നീട് കണ്ടെത്തുകയുണ്ടായി. അവശേഷിക്കുന്ന 41 കേസുകളുടെ ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവയും ഉടനെ കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജൂലൈ 5 വരെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 5429 കോവിഡ് പോസിറ്റീവ് കേസുകളാണ്. അതിൽ 4755 കേസുകൾ പുറത്തുനിന്ന് വന്നതാണ്. വിദേശത്തുനിന്ന് വന്നവരിൽ 3328 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 1427 കേസുകളാണ് ഇതര സംസ്ഥാനത്തു നിന്നും വന്നവരിലുണ്ടായത്. പുറത്തുനിന്ന് വന്ന കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മലപ്പുറത്താണ്. 591 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പാലക്കാട് 580, കണ്ണൂർ 485, കാസർഗോഡ് 422, തൃശ്ശൂർ 408. ഈ വിധത്തിലാണ് പുറത്തുനിന്നും വന്ന ആളുകളുടെ ജില്ല തിരിച്ച കണക്ക്. 674 സമ്പർക്ക കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഏറ്റവും കൂടുതൽ സമ്പർക്ക കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കണ്ണൂർ ജില്ലയിലാണ്. 109 കേസുകളാണ് കണ്ടെത്തിയത്. കാസർഗോഡ് 93, തൃശ്ശൂർ 72, മലപ്പുറത്ത് 68, തിരുവനന്തപുരത്ത് 62. ഈ തരത്തിലാണ് സമ്പർക്കം മുഖേന കേസുകളുണ്ടായത്. ഉറവിടമറിയാത്ത 41 കേസുകളാണ് ജൂൺ 30 വരെ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ
23 കേസുകളുടെ അന്വേഷണം പുരോഗമിക്കുന്നു. അവയുടെ ഉറവിടം കണ്ടെത്താൻ ഉടനെ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുകയാണ്. 18 കേസുകളുടെ ഉറവിടം ഇപ്പോൾ അജ്ഞാതമാണ്. അവയിൽ 3 കേസുകൾ വീതം തിരുവനന്തപുരം, പാലക്കാട്, കോട്ടയം, മലപ്പുറം എന്നീ ജില്ലകളിലാണ്. 2 കേസുകൾ വീതം കൊല്ലം, ഇടുക്കി ജില്ലകളിലാണ്. തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഓരോ കേസ് വീതമാണുള്ളത്. മറ്റ് ജില്ലകളിൽ ഉറവിടം അജ്ഞാതമായ കേസുകളില്ല. അന്വേഷണം പുരോഗമിക്കുന്ന 23 കേസുകളിൽ 13 മലപ്പുറം ജില്ലയിലാണ്. 3 കേസുകൾ ഇടുക്കി ജില്ലയിലാണ്. പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ 2 കേസുകൾ വീതം. കോഴിക്കോട്, പാലക്കാട്, കോട്ടയം ജില്ലകളിൽ ഓരോ കേസ് വീതവും നിലവിൽ അന്വേഷണത്തിലാണ്. ഇങ്ങനെ നോക്കുമ്പോൾ മൊത്തം കേസുകളുടെ 1% താഴെ കേസുകളിൽ മാത്രമാണ് ഇതുവരെ നമുക്ക് ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തത് എന്ന് കാണാൻ കഴിയും. ആരോഗ്യവകുപ്പിൻ്റെയും പോലീസിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും മികച്ച പ്രവർത്തനം കാരണമാണ് നമുക്ക് ഇത് സാധിച്ചത്. എന്നാൽ കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ കോൺടാക്റ്റ് ട്രേസിംഗ് ഫലപ്രദമായി നടപ്പിലാക്കാൻ ജനങ്ങളുടെ സഹകരണം കൂടുതൽ ശക്തമാകണം. യാത്രകൾ, കയറിയ വാഹനങ്ങൾ, കടകളും ഹോട്ടലുകളും ഉൾപ്പെടെ സന്ദർശിച്ച എല്ലാ സ്ഥലങ്ങളും സമയം ഉൾപ്പെടെ ചേർത്തുകൊണ്ട് കുറിച്ചു വെക്കാൻ ശ്രമിക്കണം. അതെല്ലാവരും മടികൂടാതെ ചെയ്താൽ സമൂഹവ്യാപനം തടയാൻ കഴിയുന്ന അവസ്ഥ നമുക്ക് സൃഷ്ടിക്കാനായി കഴിയും. അക്കാര്യത്തിൽ എല്ലാവരും നല്ല ശ്രദ്ധ പുലർത്തേണ്ടതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേഖലയിൽ ഏർപ്പെടുത്തിയ ട്രിപ്പിൾ ലോക്ക്ഡൗണിനോട് പൊതുജനങ്ങൾ വളരെയേറെ സഹകരിക്കുന്നുണ്ട്. ഭക്ഷണം ലഭിക്കാൻ ഉള്ള ബുദ്ധിമുട്ട് ചിലർ അറിയിച്ചിരുന്നു. അവർക്ക് ഭക്ഷണം എത്തിക്കാനായി ഓൺലൈൻ ഭക്ഷണ വിതരണക്കാർക്കും ചില സന്നദ്ധ സംഘടനകൾക്കും അനുമതി നൽകിയിട്ടുണ്ട്. വളരെയേറെ അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ തിരുവനന്തപുരം നഗരത്തിന് അകത്തേക്കും പുറത്തേക്കും പോകുവാൻ നിബന്ധനകൾക്ക് വിധേയമായി അനുമതി നൽകും. മറ്റ് ജില്ലകളിൽ നിന്ന് അത്യാസന്ന നിലയിലുള്ള രോഗികളെ നഗരത്തിലെ സ്പെഷ്യലൈസ്ഡ് ആശുപത്രികളിലേക്ക് മാറ്റുന്നതുപോലുള്ള കാര്യങ്ങളാണ് അനുവദിക്കുക. നേരത്തെ നിശ്ചയിച്ച ഏതാനും വിവാഹങ്ങൾ ഇന്ന് നടന്നിട്ടുണ്ട്. വരനും വധുവും അവരുടെ മാതാപിതാക്കളും ഉൾപ്പെടെ വളരെ അടുത്ത ബന്ധുക്കളാണ് പങ്കെടുത്തിട്ടുള്ളത്. വിവാഹത്തെ തുടർന്നുള്ള സൽക്കാരം അവർ റദ്ദാക്കി. ഇരു കുടുംബത്തിൽ നിന്നും പരമാവധി 10 പേർ മാത്രം പങ്കെടുത്തുകൊണ്ടുള്ള ഇത്തരം വിവാഹങ്ങൾ അനുവദിക്കാവുന്നതാണ്. വിവരം ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. പലചരക്ക് കടകൾക്ക് വെളുപ്പിന് 7 മണി മുതൽ രാവിലെ 11 മണി വരെ പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ജനങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. അതിനായി അവർ സത്യവാങ്മൂലം കയ്യിൽ കരുതണം. പരിസരത്ത് ലഭ്യമല്ലാത്ത മെഡിക്കൽ ആവശ്യങ്ങൾക്കും വളരെ അത്യാവശ്യമുള്ള മറ്റ് കാര്യങ്ങൾക്കും മാത്രം
പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ ബന്ധപ്പെടാവുന്നതാണ്. മാസ്ക് ധരിക്കാത്ത 4537 സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 15 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. പ്രായമായവർ താമസിക്കുന്ന വീടുകളിൽ ബ്രേക്ക് ദ ചെയിൻ കർശനമായി നടപ്പാക്കണമെന്ന് പലതവണ നിർദ്ദേശിച്ചതാണ്. എന്നാൽ പലരും അക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല. മാസ്ക് ധരിക്കൽ, സാനിറ്റൈസർ ഉപയോഗിക്കൽ, സാമൂഹ്യ അകലം പാലിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ ഇത്തരം വീടുകളിൽ രോഗസാധ്യത വർദ്ധിക്കും. സമൂഹ വ്യാപനം ഉണ്ടായാലും ഇല്ലെങ്കിലും ഉദാസീനത പാടില്ല. ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകളിൽ വിട്ടുവീഴ്ച പാടില്ല. ബ്രേക്ക് ദ ചെയിൻ, റൂം ക്വാറന്റൈൻ തുടങ്ങിയവ പൊതുസമൂഹം കർശനമായി പാലിക്കണം. അങ്ങനെയാണ് രോഗത്തെ പിടിച്ചു കെട്ടാൻ കഴിയുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം റൂം ക്വാറന്റൈൻ ഫലപ്രദമായാണ് മുന്നോട്ട് പോകുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനേക്കാൾ ഫലപ്രദം റൂം ക്വാറന്റൈനാണ് എന്നതാണ് കേരളത്തിലെ നമ്മുടെ അനുഭവം. പൊന്നാനിയിൽ കഴിഞ്ഞൊരാഴ്ചയായി ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിലനിൽക്കുകയാണ്. ഇന്ന് ചേർന്ന റിവ്യൂ യോഗം അതിനെക്കുറിച്ച് വിലയിരുത്തുകയുണ്ടായി. ആരോഗ്യ സെക്രട്ടറി അറിയിച്ചത് അവിടെ വിപുലമായ പരിശോധന നടന്നു. അതിൽ 0.4% മാത്രമാണ് പോസിറ്റീവായി കണ്ടത് എന്നതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ കൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ ഫലപ്രദമാക്കാനായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായ കർശനമായ നില തുടരേണ്ടതില്ലെന്നും ഇന്ന് രാത്രി 12 മണിയോടെ നേരത്തെ പ്രഖ്യാപിച്ച ട്രിപ്പിൾ ലോക്ക്ഡൗണിൻ്റെ കാലാവധി അവസാനിക്കുന്നതുകൊണ്ട് ട്രിപ്പിൾ ലോക്ക്ഡൗൺ അവസാനിപ്പിക്കാമെന്നും റിവ്യൂ യോഗം തീരുമാനിക്കുകയുണ്ടായി. എന്നാൽ പൊന്നാനിയിലെ ജാഗ്രത ഉപേക്ഷിക്കാൻ പാടില്ല. അവിടെ നല്ല രീതിയിൽ തന്നെ ജാഗ്രത തുടരേണ്ടതാണ്. കണ്ടെയ്ൻമെൻറ്റ് സോണിൻ്റെ എല്ലാ കാർക്കശ്യത്തോടെ അവിടെ സമീപനം സ്വീകരിക്കാൻ എല്ലാവർക്കും കഴിയേണ്ടതാണ്. സമൂഹ വ്യാപനം നമ്മുടെ സമൂഹത്തിന് മുന്നിലുള്ള ഒരു ഭീഷണിയായി നിൽക്കുകയാണ്. ഇതിൽ ഏതെല്ലാം കരുതൽ നടപടികൾ എടുക്കേണ്ടതുണ്ടോ അതിനെല്ലാം സർക്കാർ ഇപ്പോൾ തന്നെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ട്രിപ്പിൾ ലോക്ക്ഡൗൺ, വ്യാപകമായ ടെസ്റ്റിംഗ്, പ്രാദേശിക തലത്തിൽ അധിക ജാഗ്രത എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമായാണ്. ഇത് ഇന്നത്തെ വാർത്താ സമ്മേളനം ഈ തരത്തിൽ നടത്തുന്നതുകൊണ്ട് ചില ചോദ്യങ്ങൾ അയച്ചു കിട്ടിയത്, അതിനാണ് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് ന്യൂസ് 18 നിന്ന് അരുൺ ചോദിച്ച ചോദ്യമാണ്. ഇലക്ട്രിക് വെഹിക്കിൾ ജുൻജുൻവാല സ്വീകരിച്ച നടപടിയെപ്പറ്റിയാണ് ചോദ്യം.
അദ്ദേഹം എന്തോ ഇതിനെ എതിർത്തു എന്ന മട്ടിൽ വാർത്തകൾ വന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഇതിൽ 2018 ഡിസംബർ 10 തിരുവനന്തപുരത്ത് ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി സ്റ്റോക്ക് ഹോൾഡേഴ്സ് വർക്ക്ഷോപ്പിൽ അശോക് ജുൻജുൻവാല പങ്കെടുത്തിരുന്നു. ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററിയുടെ ചെലവ് എങ്ങനെ കുറക്കാമെന്നതാണ് അദ്ദേഹം പ്രതിപാദിച്ച വിഷയം. പല അഭിപ്രായങ്ങളും ഉണ്ടാകാം. അതാണ് സ്റ്റോക്ക് ഹോൾഡേഴ്സ് ചർച്ചയിൽ നടക്കുന്നത്. ഇതുതന്നെ സർക്കാരിൻ്റെ സുതാര്യ സമീപനത്തിൻ്റെ വേറൊരു ഉദാഹരണം കൂടിയാണ്. സ്റ്റോക്ക് ഹോൾഡേഴ്സ് യോഗത്തിൽ ജുൻജുൻവാല നടത്തിയ പ്രസൻറ്റേഷനിൽ EU പോളിസിക്ക് അനുകൂലമായ വാദങ്ങളാണ് നിരത്തിയത്. ബാറ്ററിയെപ്പറ്റി ചില സാങ്കേതിക വാദഗതികൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതെല്ലാം മറച്ചുവെച്ച് അടിസ്ഥാനമില്ലാത്ത പ്രചരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്താൻ ചിലർ ശ്രമിക്കുന്നത്. വേറൊരു ചോദ്യം വന്നത് മീഡിയ വണ്ണിലെ സൈഫിൽ നിന്നാണ്. അതിൽ പോലീസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലുള്ള ആശങ്കയും സംശയങ്ങളുമാണ്. പോലീസ് സേനയിലെ 7 ബറ്റാലിയനിലേക്കുള്ള കോൺസ്റ്റബിൾ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ആശങ്കയും സംശയങ്ങളും അസ്ഥാനത്താണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് 2019 ജൂലൈ 1 PSC റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഒരു വർഷ കാലാവധിയുള്ള പട്ടികയുടെ കാലാവധി 2020 ജൂൺ 30 അവസാനിച്ചു. കോൺസ്റ്റബിൾ തസ്തികയിലെ നിയമന പ്രക്രിയ പൂർത്തിയാകുന്നതിന് പരിശീലന കാലാവധി അടക്കം ഒരു വർഷമാണ് വേണ്ടത്. അതിനാൽ അടുത്ത ഒരു വർഷത്തേക്ക് വരാവുന്ന ഒഴിവുകൾ കണക്കാക്കിയാണ് PSCക്ക് റിപ്പോർട്ട് ചെയ്തു വരുന്നത്. റാങ്ക് ലിസ്റ്റ് കാലയളവിൽ 1200 താൽക്കാലിക ട്രെയിനി കോൺസ്റ്റബിൾ തസ്തിക അനുവദിച്ച് നൽകാറുണ്ട്. ഇത് വേണ്ടിവരുന്നത് താൽക്കാലിക ട്രെയിനി തസ്തികകൾ കൂടി ഉൾപ്പെടുത്തി അടുത്ത ഒരു വർഷത്തേക്കുണ്ടാകാവുന്ന ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. SC, ST, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്, സ്പോർട്സ് കോട്ട എന്നിവയടക്കം 5626 ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്തു. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു പോരായ്മയും ഉണ്ടായിട്ടില്ല എന്ന് ഈ പറഞ്ഞതിൽ നിന്നും വ്യക്തമാകും. അടുത്ത ഒരു വർഷത്തേക്ക് വരാവുന്ന ഒഴിവുകൾ മുൻകൂട്ടി കണക്കാക്കി റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു നഷ്ടവും ഉണ്ടാകില്ല. കാലാവധി കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ മെയിൻ ലിസ്റ്റ് 7577 പേരാണ് ഉണ്ടായിരുന്നത്. 5626 ഒഴിവുകൾ, അതായത് 74.25% ഇതിനകം റിപ്പോർട്ട് ചെയ്തു. ജൂൺ 30 വരെ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിലേക്ക് നേരത്തെയുള്ള ലിസ്റ്റിൽ തന്നെയാണ് നിയമനം നടത്തുക. മെട്രോ വാർത്തയിൽ നിന്ന് അരവിന്ദ് ചോദിക്കുന്നത്
JEE നീറ്റ് പ്രവേശന പരീക്ഷകൾ തീയതി മാറ്റുകയും പുതിയ തീയതി അറിയിക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ പ്രവേശന പരീക്ഷയായ കീമിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. ഇത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാകുമോ? ഇന്ന് അത് സംബന്ധിച്ച് റിവ്യൂ യോഗം വിലയിരുത്തുകയുണ്ടായി. അപ്പോൾ അതിൽ നേരത്തെ പ്രഖ്യാപിച്ച രീതിയിൽ പ്രവേശന പരീക്ഷ ആ പ്രഖ്യാപിച്ച പരിപാടി അനുസരിച്ച് തന്നെ നടത്താം എന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ തീയതി മാറ്റിവെക്കുന്നില്ല. ഇവിടെ അരവിന്ദിൻ്റെ തന്നെ വേറൊരു ചോദ്യവുമുണ്ട്. 1965 CPIM മുസ്ലിം ലീഗുമായി ചേർന്ന് മത്സരിച്ചതുകൊണ്ടല്ലേ 40 സീറ്റിൽ ജയിക്കാൻ കഴിഞ്ഞത് എന്നാണ് ചോദ്യം. പഴയ തെരഞ്ഞെടുപ്പിനെ പറ്റിയാണത്. CPIM ഒരു പാർട്ടി എന്ന നിലക്ക്, CPIM എന്ന നിലക്ക് നേരിട്ട ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പായിരുന്നു അത്. ആ തെരഞ്ഞെടുപ്പ് ഫലവും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. CPIMൻ്റെ നിർണായകമായ ഒരു ഘട്ടമായിരുന്നു ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയാം. അത് അന്നുള്ള ഒരു പ്രത്യേകത, പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളും പ്രധാന പ്രവർത്തകരും ഭൂരിഭാഗം ജയിലിൽ കഴിയായിരുന്നു. അന്ന് രാജ്യദ്രോഹികൾ എന്ന് മുദ്രയടിക്കപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഗവൺമെൻറ് ജയിലിലടച്ചതായിരുന്നു. അതിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്ഥാനാർത്ഥികളായ പലരും ജയിലിൽ കിടന്നുകൊണ്ടാണ് നോമിനേഷൻ നൽകിയത്. സ്ഥാനാർത്ഥികൾക്ക് പ്രചരണ രംഗത്ത് ഇറങ്ങാനായില്ല. ചുരുക്കം വിരലെണ്ണാവുന്ന നേതാക്കൾ മാത്രമാണ് പുറത്തുണ്ടായിരുന്നത്. EMS, AKG തുടങ്ങി ചുരുക്കം പേര് പുറത്തുണ്ടായിരുന്നു. അരിവാൾ ചുറ്റിക നക്ഷത്രം ആദ്യമായി ഈ തെരഞ്ഞെടുപ്പിലാണ് CPIMൻ്റെ ചിഹ്നമാകുന്നത്. കോൺഗ്രസിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുക എന്തായിരുന്നു അന്ന് ദേശീയ തലത്തിൽ തന്നെ ഉണ്ടായിരുന്ന നിലപാട്. ആ സാഹചര്യത്തിൽ കേരളത്തിലുള്ള ഇടതുപക്ഷ പാർട്ടികളുമായി യോജിച്ച് മത്സരിക്കണം എന്ന് തന്നെയാണ് CPIM കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അവിഭക്ത പാർട്ടിയുടെ പിളർപ്പിന് ശേഷമുള്ള നിലയാണെങ്കിലും CPIയും മറ്റൊരു ഇടതുപക്ഷ പാർട്ടിയായ RSPയും യോജിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്ന നിലപാട് CPIM സ്വീകരിച്ചു. പക്ഷേ ആ യോജിപ്പ് രണ്ട് പാർട്ടികളും അതിനോട് യോജിക്കാത്തതിൻ്റെ ഫലമായി സാധ്യമായില്ല. അങ്ങനെ CPIM ഇത്തരത്തിലൊരു യോജിപ്പ് സാധ്യമാകാതെ
തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ CPIM-നെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ജനങ്ങൾ തിരഞ്ഞെടുത്തു. CPIക്ക് യഥാർത്ഥത്തിൽ കിട്ടിയത് വളരെ കുറച്ച് സീറ്റുകൾ മാത്രമായിരുന്നു. എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്, 2 സീറ്റ് അല്ലെങ്കിൽ 3 സീറ്റ് എന്നാൽ വേറൊരു സാഹചര്യം നിലനിൽക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് 2ഓ 3ഓ എന്ന് പറയുന്നത്. ഇങ്ങനെ ഭൂരിഭാഗം സീറ്റുകളിലും പ്രധാന പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുമായി CPIM സ്ഥാനാർത്ഥികൾക്ക് ഏറ്റുമുട്ടേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. അന്ന് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, CPI ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെല്ലാം CPIM-നെതിരെ മത്സരിക്കുന്നുണ്ടായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ കാര്യമാണല്ലോ പ്രത്യേകം ചോദിച്ചത്. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പലതിലും ലീഗും CPIM-ഉം തമ്മിലാണ് പ്രധാന മത്സരം നടന്നത്. അതിന് മലബാറിലെ തെരഞ്ഞെടുപ്പ് ചിത്രം നോക്കിയാൽ മതി. മലപ്പുറം മേഖലയിൽ ആ ഘട്ടത്തിൽ മലപ്പുറം ജില്ല രൂപീകരിച്ചിരുന്നില്ല. 2 മണ്ഡലങ്ങളിലാണ് ആ തെരഞ്ഞെടുപ്പിൽ CPIM ജയിച്ചത്. ഒന്ന് മങ്കട, CPIM-ൻ്റെ മുതിർന്ന നേതാവ് സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയാണ് അന്ന് ജയിച്ചത്. പാലോളി പരാജയപ്പെടുത്തിയത് ലീഗിലെ KK സയ്യിദ് ഹുസൈൻ കോയയാണ്. 1293 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അന്ന് പാലോളിക്ക് ലഭിച്ചത്. മറ്റൊരു മണ്ഡലം പെരിന്തൽമണ്ണയാണ്. സഖാവ് C കോയയാണ് അന്ന് അവിടെ വിജയിച്ചത്. C കോയ പരാജയപ്പെടുത്തിയത് ലീഗ് സ്ഥാനാർത്ഥി K ഹസനെയായിരുന്നു. 5038 വോട്ടിൻ്റെ ഭൂരിപക്ഷം CPIM-നുണ്ടായിരുന്നു. മലപ്പുറം, കുറ്റിപ്പുറം മണ്ഡലങ്ങളിൽ ലീഗ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. അവിടങ്ങളിൽ 2ാം സ്ഥാനത്ത് CPIM ആയിരുന്നു. മലപ്പുറത്ത് MBM അഹമ്മദ് കുരിക്കൽ ജയിച്ചപ്പോൾ CPIM-ലെ P അഹമ്മദ് കുട്ടി 2ാം സ്ഥാനത്തെത്തി. കുറ്റിപ്പുറത്ത് ലീഗിലെ മോസിൻ ബിൻ അഹമ്മദ് വിജയിച്ചപ്പോൾ CPIM-ലെ TR കുഞ്ഞികൃഷ്ണൻ 2ാമതെത്തി. ഞങ്ങളുടെ മുതിർന്ന നേതാവ് സഖാവ് CH കണാരൻ വിജയിച്ച നാദാപുരത്ത് ലീഗിന് സ്ഥാനാർത്ഥിയുണ്ടായിരുന്നു. കോൺഗ്രസ്സിന് പിന്നിൽ ലീഗാണ് അവിടെ 3ാം സ്ഥാനത്തെത്തിയത്. KPR വിജയിച്ച മാടായിയിലും VV കുഞ്ഞമ്പ് വിജയിച്ച നീലേശ്വരത്തും ലീഗിന് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. MK കേളുവേട്ടൻ വിജയിച്ച മേപ്പയ്യൂരിൽ, ചാത്തുണ്ണി മാസ്റ്റർ വിജയിച്ച ബേപ്പൂരിൽ ലീഗ് 3ാം സ്ഥാനത്തായിരുന്നു. ഇതിൽ തലശ്ശേരിയിലെ കാര്യം എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. ആ തെരഞ്ഞെടുപ്പാണ് എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ
തുടക്കമെന്ന് വേണമെങ്കിൽ പറയാം. ഒരു സംഘടനാ രംഗത്തുള്ള പ്രവർത്തനം. CPIM-ലെ പാട്യം ഗോപാലനായിരുന്നു ജയിലിൽ കിടന്നുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥി. കോൺഗ്രസ് സ്ഥാനാർത്ഥി P. നാണു. VR കൃഷ്ണയ്യർ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. CPI-യുടെ പിന്തുണയോടെയായിരുന്നു ആ സ്ഥാനാർത്ഥിത്വം. അന്ന് VR കൃഷ്ണയ്യർക്ക് അവിടുത്തെ ലീഗിൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു. പക്ഷേ പാട്യം ഗോപാലനാണ് വിജയിച്ചത്. P. നാണുവിനെ തോൽപ്പിച്ചുകൊണ്ടാണ് വിജയം. കൃഷ്ണയ്യർ 3-ാം സ്ഥാനത്തായി. ലീഗ് ജയിച്ച തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കൊണ്ടോട്ടി ഇത്തരം മണ്ഡലങ്ങളിലും കടുത്ത എതിരാളിയായി തന്നെ CPIM ഉണ്ടായിരുന്നു. അതായത് 65-ൽ ലീഗിന് സ്വാധീനമുള്ള പല മണ്ഡലങ്ങളിലും ലീഗും CPIM തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ് നടന്നത്. ചില മണ്ഡലങ്ങളിൽ ലീഗിനു മേൽ വിജയം കൈവരിക്കാനും പാർട്ടിക്ക് കഴിഞ്ഞു. ഇതാണ് ചരിത്ര വസ്തുത. അതിൻ്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി CPIM മാറുകയും ചെയ്തു. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചവർ CPIM 40 പേര് ജയിച്ചു വന്നു. കോൺഗ്രസ് 36, കേരള കോൺഗ്രസ് 23, SSP 13, മുസ്ലിം ലീഗ് 6, CPI 3, CPIM സ്വതന്ത്രർ അടക്കമുള്ള 12 സ്വതന്ത്രർ, വിവിധ കക്ഷികളുടെ പിന്തുണയുള്ള 12 സ്വതന്ത്രർ. ഇതായിരുന്നു കക്ഷിനില. ആ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റ് ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ വിശദാംശങ്ങളും എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. ഒരുപാട് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടതെല്ലാം ഒരുപാട് അനുഭവങ്ങളുള്ളതാണ്. 65-ലെ പാഠം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പിന്നീട് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാനായി എന്നതാണ് വസ്തുത. അതിൻ്റെ ഭാഗമായി പിന്നീടുള്ള സഖ്യരൂപീകരണങ്ങൾക്ക് അതൊരടിത്തറയായി മാറി. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് ലീഗിൻ്റെ പിന്തുണയോടെ CPIM വിജയിച്ചു വരികയായിരുന്നില്ല. ലീഗുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ആ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ പല സ്ഥലങ്ങളിലും പല മണ്ഡലങ്ങളിലും ലീഗിനെ അടക്കം പരാജയപ്പെടുത്തിക്കൊണ്ടാണ് CPIM വിജയിച്ചു വന്നത്. ഇവിടെ ഏഷ്യാനെറ്റിലെ കമലേഷ് ചോദിക്കുന്ന ചോദ്യം, തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന് IT സെക്രട്ടറിയുമായി ബന്ധമുണ്ടെന്നാണ് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ്റെ ആരോപണം. ഈ സംഭവം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടോ? സ്വപ്ന പല കേസുകളിലും ഉൾപ്പെട്ടിട്ടും അവരെ IT വകുപ്പിൽ നിയമിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും ആരോപണമുണ്ട്. ഇന്നലെ സ്വർണം പിടിച്ചപ്പോൾ കസ്റ്റംസിന് പോയ ആദ്യ കോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്നും സുരേന്ദ്രൻ ആരോപിക്കുന്നു. എന്താണ് പ്രതികരണം? ഇതിൽ നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ
ഏറ്റവും വലിയൊരു സ്വർണ്ണക്കടത്താണ് നടന്നത് എന്നത് നമ്മുടെ എല്ലാ ശ്രദ്ധയിലുള്ള കാര്യമാണ്. അത് ഫലപ്രദമായി കണ്ടെത്താൻ കഴിഞ്ഞ, അതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥരെ ആകെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരിയായ രീതിയിൽ തന്നെ അന്വേഷണം തുടരുന്നു. പ്രതികളെ കൃത്യമായി കണ്ടെത്താനും നിയമത്തിൻ്റെ കരങ്ങളിൽ കൃത്യമായി അവരെ ഏൽപ്പിക്കുന്നതിനും അന്വേഷണ സംഘത്തിന് കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു കാര്യമുണ്ടായാൽ അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയൊക്കെ എങ്ങനെയെങ്കിലും പെടുത്താൻ പറ്റുമെന്ന് ചിലരിവിടെ ആലോചിച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് BJP സംസ്ഥാന പ്രസിഡന്റിൻ്റെ ആരോപണം വന്നിട്ടുള്ളത്. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഈ കേസ് ഫലപ്രദമായി അന്വേഷിക്കുന്നത് കസ്റ്റംസ് തന്നെയാണ്. അത് കൃത്യമായി അന്വേഷിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും രക്ഷപ്പെടുന്ന നില സ്വാഭാവികമായും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. അത്തരം ആളുകളെ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇത്തരം തെറ്റ് ചെയ്യുന്നവർക്ക് മറ്റ് ചില ദുരാരോപണങ്ങൾ ഉന്നയിച്ച് പരിരക്ഷ നൽകുന്ന സമീപനം BJP സംസ്ഥാന പ്രസിഡന്റിനെ പോലുള്ളവർ സ്വീകരിക്കരുത്. ആവശ്യമായ ജാഗ്രതയോടെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മുഴുവൻ പിന്തുണയും അന്വേഷണ ഏജൻസിക്ക് സംസ്ഥാന സർക്കാരിൽ നിന്നുണ്ടാവുകയും ചെയ്യും. ഇന്ത്യൻ എക്സ്പ്രസ്സിലെ പിന്നെ ഇതിൻ്റെ ഭാഗമായി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ആദ്യത്തെ കോൾ പോയത്. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്ത് അസംബന്ധവും വിളിച്ചു പറയാൻ കരുത്തുള്ള നാക്കുണ്ട് എന്ന് വെച്ച് എന്തും പറയുന്ന നില സ്വീകരിച്ചു പോകരുത്. അതൊന്നും പൊതുസമൂഹത്തിന് ചേർന്നൊരു കാര്യമല്ല. ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താണെന്ന് സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു തെറ്റ് ചെയ്തയാളെയും സംരക്ഷിക്കുന്ന ലാവണമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസെന്ന് ഈ കഴിഞ്ഞ 4 വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ ജനങ്ങൾക്ക് നല്ലതുപോലെ ബോധ്യമായിട്ടുണ്ട്. അത് കളങ്കപ്പെടുത്താൻ സുരേന്ദ്രൻ്റെ നാക്കുകൊണ്ട് സാധിക്കില്ല എന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളൂ. ഇവിടെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ KC അരുൺ ചോദിക്കുന്നൊരു ചോദ്യം, തിരുവനന്തപുരത്ത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമുള്ള ട്രെയിൻ സർവീസിനെ ബാധിക്കുമോ? മറ്റ് സ്ഥലങ്ങളിൽ നിന്നും തിരുവനന്തപുരം സ്റ്റേഷനിലെത്തുന്ന ട്രെയിൻ യാത്രക്കാർക്ക് തിരുവനന്തപുരത്തെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാൻ ഏതെങ്കിലും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? സ്വന്തം വാഹനത്തിൽ പോകാൻ കഴിയുമോ? ഇതൊക്കെ സാധാരണ നിലയിൽ വരുന്ന ചില പ്രശ്നങ്ങളാണ്. ട്രിപ്പിൾ ലോക്ക്ഡൗൺ വരുമ്പോൾ ഇത്തരം ചില പ്രശ്നങ്ങളുണ്ടാകും. എന്നാൽ ആ പ്രശ്നങ്ങളിലെല്ലാം ജനങ്ങൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെയുള്ള പരിഹാരം കാണുന്നതിനാണ് സർക്കാർ ശ്രമിക്കുക. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ആരെയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ ഉദ്ദേശം. നല്ല തരത്തിൽ ക്രമീകരണം ഉണ്ടാക്കുക എന്നാണ്. വിമാനത്താവളങ്ങളിൽ എത്തുന്നവരെ ശരിയായ രീതിയിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുക തന്നെ ചെയ്യും. മീഡിയ വണ്ണിലെ
സൈഫിൻ്റെ ചോദ്യം, ഉറവിടമില്ലാത്ത രോഗികളുടെ എണ്ണം വർദ്ധിച്ചത് തലസ്ഥാന നഗരിയിൽ സമൂഹ വ്യാപനം ഉണ്ടായതിൻ്റെ സൂചനയാണോ? ഒരാഴ്ച കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുമോ? ലോക്ക്ഡൗൺ നീട്ടേണ്ടി വരുമോ? ലോക്ക്ഡൗണ് ഇളവുകൾ വരുമ്പോൾ നമ്മൾ കാണേണ്ടത് സാധാരണഗതിയിൽ വല്ലാതെ അയവ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എല്ലാ ജാഗ്രതയും കൈയൊഴിയുന്ന നില പലയിടത്തും ഉണ്ടായി. അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ തിരുവനന്തപുരത്തുണ്ടായി എന്നത് വസ്തുതയാണ്. എന്നാൽ സമൂഹ വ്യാപനം എന്നതിലേക്ക് ഇപ്പോഴും എത്തിയെന്ന് പറയാനാവില്ല. സമൂഹ വ്യാപനത്തിൻ്റെ വിപത്ത് നമ്മുടെ മുന്നിൽ തൂങ്ങി നിൽക്കുകയാണ്. അത് തടയുന്നതിനാണ് നാം ഗൗരവമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക്ക്ഡൗൺ ഇളവുകൾ വരുമ്പോൾ മെട്രോ വാർത്തയിലെ ഗോപികൃഷ്ണൻ്റെ ചോദ്യമാണ്, ലോക്ക്ഡൗൺ ഇളവുകൾ വരുമ്പോൾ സമ്പർക്ക വ്യാപനം കൂടുന്നതായി മുൻ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ എങ്ങനെ ഗുണം ചെയ്യുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്? ഇവിടെ നാം കാണേണ്ടത് നമ്മുടെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ പൊന്നാനിയുടെ അനുഭവം എടുത്താൽ നല്ല ഫലം ചെയ്തു. തിരുവനന്തപുരത്തും അത് നല്ല ഫലം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ ഫലപ്രദമായി തന്നെ അതുമായി ബന്ധപ്പെട്ട ജാഗ്രത ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏഷ്യാനെറ്റിലെ അജയ് ഘോഷിൻ്റെ ഒരു ചോദ്യം, സ്വർണ്ണക്കടത്ത് കേസിൽപ്പെട്ട സ്വപ്ന സുരേഷ് എങ്ങനെയാണ് IT വകുപ്പിൻ്റെ സുപ്രധാന ചുമതലയിലെത്തിയത്? ഇവരുടെ നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞാണോ ചെയ്തത്? ഗുരുതര ആരോപണങ്ങളാണ് IT സെക്രട്ടറിക്കെതിരെ ഉണ്ടാകുന്നത്. ഇതിൽ ഈ പറയുന്ന നിയമനം ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമല്ല. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അറിഞ്ഞുകൊണ്ടുള്ള ഒരു നടപടിയല്ല ഉണ്ടായിട്ടുള്ളത്. നഗരത്തിൽ പലയിടത്തും പത്രവിതരണം നടത്തി തിരികെ വരുന്നവരെയും അവരുടെ വാഹനങ്ങളും പോലീസ് തടയുന്നതായി പരാതിയുണ്ട്. നടപടി സ്വീകരിക്കുമോ? മാതൃഭൂമിയിലെ ബേബിക്കുട്ടിയുടെ ചോദ്യമാണ്. അത് അങ്ങനൊരു പ്രശ്നം സ്വാഭാവികമായിട്ടുണ്ടാവില്ല. പത്രവിതരണം സാധാരണഗതിയിൽ നടക്കുന്നതാണ്. നഗരത്തിൽ പലയിടത്തും പത്രവിതരണം നടത്തി തിരികെ വരുന്നവരെയും അവരുടെ വാഹനങ്ങളും പോലീസ് തടയുന്നതായി പരാതിയുണ്ട്. നടപടി സ്വീകരിക്കുമോ? മാതൃഭൂമിയിലെ ബേബിക്കുട്ടിയുടെ ചോദ്യമാണ്. അത് അങ്ങനൊരു പ്രശ്നം സ്വാഭാവികമായിട്ടുണ്ടാവില്ല. പത്രവിതരണം സാധാരണഗതിയിൽ നടക്കുന്നതാണ്. ഏതെങ്കിലും പ്രത്യേക പ്രശ്നമുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അതിന് പരിഹാരം ഉണ്ടാക്കാം. അനുശ്രീ ദേശാഭിമാനി ഒരു ചോദ്യമുണ്ട്. തിരുവനന്തപുരത്തിന് പുറമെ കൊച്ചി, കോഴിക്കോട് നഗരങ്ങളിലും കണ്ണൂരും സമ്പർക്ക വ്യാപനവും ഉറവിടമറിയാത്ത കേസുകളും വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇവിടങ്ങളിൽ പ്രത്യേക രോഗപ്രതിരോധ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ? അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഉറവിടം അറിയാത്ത കേസുകളുടെ സ്ഥിതി അത് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് എണ്ണ കൂടുതലുള്ളത് മലപ്പുറത്താണ്. അതിൻ്റെ കാര്യത്തിലും ശരിയായ രീതിയിൽ തുറന്നു പോകുന്നുണ്ട്. നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സമയം 7 മണിയാകുന്നതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്.